ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ടയേർഡിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ കണ്ട ഇപ്പോൾ സമയം 7 മണിയായിട്ടുള്ളൂ. എനിക്കിത് ഇന്ന് നമ്മളുടെ കല്യാണമല്ലേ, കല്യാണത്തിന് പോകാനുള്ളതാണ്. അപ്പോൾ അതിന് എൻ്റെ മാമിൻ്റെ ഡ്രസ്സാണ് കേട്ടോ, അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താ ചെയ്യുക, ഇതാണ് നമ്മളുടെ ഒക്കെ ഒരു അവസ്ഥ എന്നാണ്. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇരുന്നിട്ടാണ് തയ്ക്കുന്നത്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കണ്ട, നന്നായിട്ട് പാട്ടല്ല, എന്താണ് അവരുടെ രാമായണം വായിക്കേ എന്തോന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചുരിദാർ. അത് കംപ്ലീറ്റ് ആയി. ഇനി ഇത് അയൺ ചെയ്തിട്ട് വേണം, കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ എൻ്റെ ചെടിയുമ്പോൾ വീണ്ടും നന്നായിട്ട് പൂക്കളിടൽ നടത്തിയിട്ടോ. നല്ല രസമാണല്ലേ ഇത് കാണാൻ, എത്ര കണ്ടാലും മതി വരില്ല. ഇത്രയും ഭംഗിയാണ് അതിൻ്റെ കളറും ആ ഡിസൈനും കേട്ടോ. ചെറിയ ചെറിയ ഇതളുകളായിട്ടുള്ള പൂവല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. അതിനതാ ഞാൻ വീട്ടിലെത്തി. ഇനി കുളിച്ച് ഫ്രഷായിട്ട് വേണം കല്യാണത്തിന് പോകാൻ. അസ്മിക്കുട്ടൻ മദ്രസക്ക് പോയിക്കണം കേട്ടോ. മദ്രസ വിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ. അസ്മിക്കുട്ടൻ മദ്രസ ഇട്ട് വന്നപ്പോൾ ഞങ്ങൾ കുളി കഴിഞ്ഞു, ഫ്രഷായി, ഞങ്ങൾ മാറ്റിയിരിക്കണ്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ എൻ്റെ മാട്ടിലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അർഷും ഇപ്പം എല്ലാവരും ആണുങ്ങളൊക്കെ നിക്കാഹിന് പോയിട്ടാണ്. നിക്കാഹ് നേരത്തെയാണ്, അപ്പോൾ അവർ പോയി. നമുക്ക് ഇവിടുന്ന് വണ്ടി ഉണ്ട്, ഓഡിറ്റോറിയത്തേക്ക് വണ്ടി ഉണ്ട്. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ടേണ്ടടേ ഇതേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പിന്നെ ഇതേ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. മുല്ലപ്പൂ വാങ്ങിക്കണം കേട്ടോ, സുബേട്ടൻ കൊണ്ടുവന്നതാണ് മുല്ലപ്പൂവ്. പിന്നെന്താടാ, അപ്പോൾ ഇനി കല്യാണത്തിന് എത്തിയിട്ട് വിശേഷങ്ങൾ അടുത്ത് പറയാം. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ലൊരു കളറല്ലേ. അങ്ങനെ ഞങ്ങൾ ഇത് ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. സ്ക്വയർ കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ. ഇത് എവിടെയെന്ന് കറക്റ്റ് വെച്ചാൽ കാടാമ്പുഴ അല്ല, നമ്മുടെ കാട്ടിലങ്ങാടി ആ ഭാഗം ആയിട്ടാണ് കേട്ടോ. കറക്റ്റ് എന്തായാലും ഒരു 2-3 കിലോമീറ്ററൊക്കെ ഇവിടുന്ന് നമ്മൾ മാണേങ്ങാട്ടിൽ നിന്ന് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി ഓഡിറ്റോറിയമാണ്, നല്ല ഭംഗിയില്ല. പാർക്കിംഗ് സ്പേസൊക്കെ ഒന്ന് അത്യാവശ്യമുണ്ട് കേട്ടോ. പൂക്കളും നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ. ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ ഓഡിറ്റോറിയം ഉള്ളത് കേട്ടോ. അതേ കണ്ട, ഒരു സ്ക്വയറല്ല എന്നാൽ ഒരു പ്രത്യേകത. പിന്നെ അസ്മിക്കുട്ട അതിൻ്റെ ഇടയിൽ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കണം. കാരണം അവന് രാവിലെ മദ്രസക്ക് നേരത്തെ പോകണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ടോ. വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയും ചെയ്തിട്ടാ. അപ്പോൾ അതാണ് ആൾക്ക് മുഖത്തിനൊരു ഉന്മാദമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ളതാണ്. നല്ല ഭംഗിയില്ല കാണാൻ. ചെന്ന പാടിനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടന് തണ്ണിമത്തനാണ് കഴിച്ചത്, ഞാൻ പേരക്കൻ്റെ ഉണ്ട് കഴിച്ചത്. പക്ഷേ പേരക്കൻ്റെ എനിക്ക് വലിയ രസം തോന്നിയില്ല, കുറച്ചൊരു കട്ടിയുള്ള പോലെ തോന്നി. അപ്പോൾ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. റിട്സി എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ഉണ്ട് കാറ്ററിങ് ഉള്ളത്. അടിപൊളിയാണ് ഇവരുടെ ഇവൻറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആണല്ലോ. അപ്പോൾ നമ്മൾ എൻട്രിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ചെക്കനാണിപ്പോൾ സ്റ്റേജിലുള്ളത്, പെണ്ണിൻ്റെ എൻട്രി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തു. ഇത് അന്നമോളാണ്, എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മേലത്തെ ഫ്ലോറിലേക്ക് ഒന്ന് പോയിട്ട്, അപ്പോൾ കല്യാണ പെണ്ണ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ്. കല്യാണ പെണ്ണിനെ അവിടെ ക്യാമറമാരൊക്കെ പാടിയും പിടിച്ചിട്ട് എന്തൊക്കെ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കുന്ന തിരക്കാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. പെണ്ണ് സ്റ്റേജിലേക്ക് എൻട്രി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ പെണ്ണിനൊന്ന് കാണാൻ വിചാരിച്ചതേ കണ്ട, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് കല്യാണ പെണ്ണ്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നിക്കാഹ് രാവിലെ കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ പെണ്ണിനൊന്ന് കാണാൻ വെച്ചിട്ട് പിന്നെ അത് ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. പിന്നെ ക്ലൈമറ്റ് ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കോറിങ് ഉണ്ട്. കോറി നല്ല പച്ച വെള്ളമാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, തെങ്ങുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പെണ്ണിനെ കണ്ടു, ചെക്കനെ കണ്ടു. ഞങ്ങൾ അടുത്തത് ഫുഡ് അടിക്കേണ്ട. പിന്നെ ഇവരുടെ കാറ്ററിങ്ങുകാരുടെ സർവീസ് പറയാതിരിക്കാൻ വെച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൃത്തിയിലും നല്ല ഇതിലാണ് അവർ കൊണ്ടുനടക്കുന്നത്. കണ്ടോ, അവരെല്ലാവരും നല്ല ഒരു ഒതുക്കത്തിലൊക്കെ നമ്മൾ തന്നെ അവർ ഇരുത്തി സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തു തന്നോളും. അപ്പോൾ അവർ ഫുഡൊക്കെ നമുക്ക് തന്നു. ഞാൻ വാങ്ങിയത് ചിക്കൻ, പേര് മറന്നല്ലോ.
ആ ചിക്കൻ സുഗിയാനാണ് കേട്ടോ ഞാൻ എടുത്തത്. നമ്മുടെ മന്തിൻ്റെ റൈസ് പോലെയാണ് അതിൻ്റെ അരി വരുന്നത്. കണ്ടപ്പോൾ ഞാൻ മന്തിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചിക്കൻ സുഗിയാനാണ് അത്ര. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിച്ച് നോക്കി, നല്ല അടിപൊളിയാണ്. പിന്നെ പിന്നെ സാലഡായിട്ട് ഇതേ കണ്ടോ, ഒരുപാട് ഐറ്റംസുകളുണ്ട്. മാങ്ങ ഉണ്ട്, പിന്നെ ബീഫുണ്ട്, ചിക്കനുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഡെസേർട്ടിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മളുടെ കോഫി, പിന്നെ അതാ ജിലേബി, പിന്നെ ഇത് വേറെ ഐറ്റംസാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ നമ്മളുടെ പാൽഗോവ പോലെ ഒരു ഇതുണ്ട്, അതും നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ സാധനമാണ് അധികം കഴിച്ചത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്, ഇങ്ങനെ കുത്തി ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഇളനീർ ജ്യൂസും കുടിച്ചു കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റീൽസ് എടുത്താലോന്ന്. അപ്പോൾ അതാ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അസ്മിക്കുട്ടനാണ് എനിക്ക് റീൽസൊക്കെ എടുത്ത് തരുന്ന ആൾ. രാവിലെ എടുത്ത് തന്നിരുന്നത് ഓൻ തന്നെയാണ്, അപ്പോൾ ഇതും ഓൻ തന്നെയാണ് എടുത്ത് തരുന്നത്. അപ്പോൾ അതാ ഞാൻ ഇട്ട ഡ്രസ്സ് എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ. പിന്നെ ഇത് ഞാൻ നെക്കിൻ്റെ പോർഷൻ വീനക്കാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ താഴത്ത് ലേസും കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കേട്ടോ. അങ്ങനെ അതാ നമ്മളുടെ അതിൻ്റെ ഇടയിൽ പെണ്ണും ചെക്കനും എൻട്രി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻട്രി ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടത്. നല്ല അടിപൊളിയാണ്. റിച്ചേർതല്ലേ അവർ, ഒന്നിനും കൊണ്ട് ഒരു കുറവ് വരുത്തൂല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം അവർ തന്നെയാണ് ചെയ്യണത്, സെറ്റാക്കി കൊടുക്കണതൊക്കെ. പെണ്ണും ചെക്കനും വന്നതിന് ശേഷം പിന്നെ ബട്ടർഫ്ലൈ ആയിട്ടുള്ള എന്താണ് കലാപരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഒരു ഭാഗത്ത് പാട്ടുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് ഡാൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കല്യാണം ഒരുവിധം ഒതുങ്ങി, ഞങ്ങൾ ഇനി പോകട്ടെ, ഞങ്ങൾ വണ്ടി കാത്തിരിക്കുകയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ബൊക്കേന്ന് ഞാൻ അടിച്ച് മാറ്റിയ പൂവാണ് കേട്ടോ. എവിടെ കല്യാണത്തിന് പോയാലും എനിക്ക് ബൊക്കേന്ന് 2 പൂവ് അടിച്ച് മാറ്റണം, അത് എന്താണെന്ന് എനിക്കറിയില്ല. ഏത് കല്യാണത്തിന് പോയാലും ഞാനത് പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം കേട്ടോ. അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ കുളിച്ച് ഫ്രഷ് ആയപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ എൻ്റെ കമ്മലൊന്നും നോക്കാം, നല്ല ഭംഗിയില്ലേ, അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ, എന്നാലും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഡിസൈന് കാണാൻ. അപ്പോൾ ഞാൻ വാങ്ങിയതിന് എന്തായാലും അടിപൊളിയാണ് കേട്ടോ, കല്യാണത്തിന് ഇട്ട്. അപ്പോൾ അതാ ഹസ്മിക്കുട്ടനിക്ക് അതിൻ്റെ ഇടയിൽ വിശക്കണമെന്നാണ്, വിശപ്പിൻ്റെ വിളി വന്നാൽ അപ്പോൾ ഞാൻ ന്യൂഡിൽസും ചായ ഉണ്ടാക്കി കൊടുത്തിട്ടോ. എന്താ പറയുക, ഞങ്ങളൊരു 12 മണിക്ക് ഭക്ഷണം കഴിച്ചല്ലോ, അപ്പോൾ അതാ തോന്നുന്നത് നന്നായിട്ട് വിശപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മുല്ലപ്പൂവ്, ഇപ്പം സമയം 7 മണി ആയിക്കണം, എന്നാലും എൻ്റെ മുല്ലപ്പൂ വാടിയിട്ടില്ല കേട്ടോ. രാവിലെ വെച്ച മുല്ലപ്പൂവല്ല, എപ്പോഴും വാടിയിട്ടില്ല, നല്ല മണമുണ്ട്. അതേ കണ്ട അടിപൊളി, വേണമെങ്കിൽ നാളെയും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.